ചില പെൺകുട്ടികളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞ് പാരൻസിനോട് പറയുമ്പം അവർക്കത് മനസ്സിലാവുന്നില്ല എന്നുള്ളത്. ഓക്കെ, കാരണം അതിനൊരു റീസൺ എന്ന് പറഞ്ഞാൽ ഒരു ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടാവും. കാരണം നമ്മളെ അമ്മ അല്ലെങ്കിൽ നമ്മളെ അച്ഛൻ അവർ ജീവിച്ചിരുന്ന കാലത്തുള്ള രീതിക്കല്ല ഇപ്പോഴത്തെ നമ്മളെ മെൻറ്റാലിറ്റി. അതായത് ഇപ്പോഴത്തെ തലമുറയത്തെ പെൺകുട്ടികളുടെ മെൻറ്റാലിറ്റി അവരുടെ ലോകങ്ങൾ മൊത്തം മാറി. അപ്പോൾ ഈ പാരൻസിന് ചിലപ്പോൾ അത് മനസ്സിലായിക്കൊള്ളുന്നില്ല. അപ്പോൾ കുറച്ചുകൂടി ചിലപ്പോൾ ബെറ്റർ ആയിരിക്കും നമ്മുടെ സിബ്ലിങ്സിനോട് പറയുന്നത്. നമ്മളെ ജ്യേഷ്ഠനുണ്ടെങ്കിൽ ജ്യേഷ്ഠനോട് അല്ലെങ്കിൽ ജ്യേഷ്ഠത്തിയോടൊക്കെ നമുക്ക് വിളിച്ചിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ പറയുമ്പോൾ അവർക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ ഈ ഒരു ചർച്ച നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഉമ്മയായിട്ട് സംസാരിച്ചു. അപ്പോൾ നമുക്കിവിടെ നിൽക്കാൻ കഴിയുന്നില്ല, നമ്മൾ സംസാരിച്ചു. അപ്പോൾ അവരെ ഭാഗത്തുനിന്ന് റെസ്പോൺസ് ഇല്ലെങ്കിൽ അവിടെ ആർക്കും നമ്മളോട് സ്നേഹമില്ല എന്നൊന്നുമില്ല. അവർ നമ്മൾ ഇത്രയും കാലം നമ്മളെ വളർത്തി നിലയിലെത്തി നമ്മൾ നല്ലൊരു കയ്യിലേക്കായിരിക്കും നമ്മളെ ഏൽപ്പിക്കുന്നുണ്ടാവുക. പക്ഷെ ഇവിടെ നമുക്ക് ഏതൊരു ലൈഫിൽ നമ്മൾ എത്തിപ്പെടുന്ന സമയത്തായിരിക്കും നമുക്ക് അവിടുത്തെ കാര്യങ്ങൾ ഫുള്ളി മനസ്സിലാവുക. ഓക്കെ, അപ്പോൾ ഇവിടെ കഴിയുന്നില്ല എന്നുള്ളത് നമ്മൾ അതിന് വേണ്ടിയിട്ട് അവരെ മനസ്സിലാക്കി കൊടുക്കാനുള്ള ആ ഒരു ഉത്തരവാദിത്വം നമ്മൾ കാണിക്കുക. പെൺകുട്ടികളുടെ ഭാഗത്തുനിന്ന് ആ ഒരു ഉത്തരവാദിത്വം കാണിക്കുക. അല്ലാതെ നമ്മൾ വെറുതെ ആത്മഹത്യയിലേക്കോ നമ്മൾ ഓവർ തിങ്ക് ചെയ്യാൻ നിൽക്കരുത്. നമ്മൾ നെഗറ്റീവ് ചിന്തിച്ചായിരിക്കും നമ്മൾ ചിലപ്പോൾ നമ്മുടെ ലൈഫിനെ നമ്മൾ സ്പോയിലാക്കി പോകുന്നത്.